ओम शांति। ओम शांति। बाबा कहते, मीठे बच्चे, तुम जो भी सुनते हो उस पर विचार सागर मंथन करो तो बुद्धि में सारा दिन ज्ञान टपकता रहेगा। बाबा പറയാണ്, മധുരമായ കുട്ടികളെ, തും ജോ ഭി സുനത്തെ ഹോ, അല്ലെ കുട്ടികൾ എന്തെല്ലാം കേൾക്കുന്നുണ്ടോ, അല്ലെ ബാബ നമ്മെ മുരളി കേൾപ്പിക്കുകയാണ്. ഈ മുരളി കേൾക്കുമ്പോൾ കുട്ടികൾ വിചാര സാഗര മഥനം ചെയ്യണം. ബുദ്ധിയില് ദിവസം മുഴുവൻ ഈ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ ഇറ്റിറ്റായിട്ട് വീണുകൊണ്ടിരിക്കണം. അതായത് മനസ്സില് ജ്ഞാനത്തിന്റെ വിചാരസാഗര മഥനം നടക്കണം. അപ്പൊ ബാബ പറഞ്ഞത്, മധുരമായ കുട്ടികളെ, നിങ്ങൾ എന്തെല്ലാം കേൾക്കുന്നുണ്ടോ അതിനെക്കുറിച്ച് വിചാരസാഗര മഥനം ചെയ്യൂ. അപ്പോൾ ബുദ്ധിയിൽ ദിവസം മുഴുവൻ ഈ ജ്ഞാനം ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കും. ചോദ്യം, യഹാം കാ കौन सा हुनर नई दुनिया की स्थापना में काम में आएगा? ഇവിടെ ഏതെല്ലാം കലകളുണ്ടോ അതെല്ലാം പുതിയ ലോകത്തിന് സ്ഥാപനയ്ക്ക് പ്രയോജനപ്രദമാകും. അപ്പൊ ഇവിടെയുള്ള ഏതെല്ലാം കലകളാണ് പുതിയ ലോകത്തിന്റെ സ്ഥാപനയ്ക്ക് പ്രയോജനപ്രദമാകുന്നത്? ബാബ പറയുന്നു ഉത്തരം, യഹാൻ ജോ സയൻസ് കാ ഹുനർ ഹെ जिसे एरोप्लेन मकान आदि बनाते हैं, ये संस्कार वहां भी साथ ले जाएंगे. ബാബ പറയാണ്, ഇവിടെ ഏതെല്ലാം സയൻസിന്റെ കലകളുണ്ടോ അതെല്ലാം എയറോപ്ലെയിൻ, മറ്റ് കെട്ടിടങ്ങളുടെ നിർമ്മാണങ്ങൾ, എയറോപ്ലെയിന്റെ നിർമ്മാണങ്ങൾ, ഈ സംസ്കാരമെല്ലാം നമ്മൾ സത്യയുഗത്തിലേക്ക് കൂടെ കൂട്ടിക്കൊണ്ടു പോകും. അപ്പൊ സയൻസിന്റെ കലകൾ എന്തെല്ലാം ഉണ്ടോ ഇതെല്ലാം നമ്മൾ, ഈ സംസ്കാരം നമ്മൾ സത്യയുഗത്തിലേക്ക് കൂടെ കൂട്ടിക്കൊണ്ടു പോകും. യഹാം ബൽ ജ്ഞാൻ നാ ലേ ലേക്കിൻ വഹാ യേ ഹുനർ സാത്ത് ജായേഗ. ഇവിടെ ഈ ജ്ഞാനം സ്വീകരിച്ചില്ല എങ്കിലും സയൻസിന്റെ ഈ കല നമ്മൾ സത്യയുഗത്തിലേക്ക് കൂടെ കൊണ്ടുപോകും. തും അഭി സത്യയുഗ് സേ ലേക്കർ കലിയുഗ അന്ത് തക് കി ഹിസ്റ്ററി ജോഗ്രഫി കോ ജാനത്തെ ഹോ. നമ്മൾ കുട്ടികൾക്ക് സത്യയുഗം മുതൽ കലിയുഗത്തിന്റെ അന്ത്യം വരെയുള്ള ഈ സൃഷ്ടിയുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും അറിയാം. തുമേ പതാ ഹേ कि इन आंखों से जो कुछ पुरानी दुनिया का देखते हो वो सब अभी खत्म होना है. ബാബ പറയാണ്, ഇവിടെ കുട്ടികൾക്ക് അറിയാം, ഈ കണ്ണുകൾ കൊണ്ട് ഈ പഴയ ലോകത്തിൽ കുട്ടികൾ എന്തെല്ലാം കാണുന്നുണ്ടോ ഇതെല്ലാം സമാപ്തമാകാൻ പോവാണ്, ഇതെല്ലാം നശിക്കുവാൻ പോകാണ്. അപ്പൊ ബാബ പറഞ്ഞത്, സയൻസിന്റെ കലകൾ എന്തെല്ലാം ഉണ്ടോ, എയറോപ്ലെയിന്റെ നിർമ്മാണം, വീടുകളുടെ നിർമ്മാണം, ഈ സംസ്കാരം നമ്മൾ സത്യത്തിലേക്ക് കൂടെ കൂട്ടിക്കൊണ്ടു പോകും. ബാബ പറയാണ്, ഇവിടെ അവർ ഈ ജ്ഞാനം സ്വീകരിച്ചാലും ഇല്ലെങ്കിലും, സ്വീകരിച്ചില്ല എങ്കിലും ഈ കല നമ്മുടെ കൂടെ വരും. ബാബ പറയാണ്, ഇപ്പോൾ നമ്മൾ സത്യുഗം മുതൽ കലിയുഗത്തിന്റെ അന്ത്യം വരെയുള്ള ഈ സൃഷ്ടിയുടെ ഹിസ്റ്ററിയും ജോഗ്രഫിയും നമുക്കറിയാം, അല്ലെ? നമുക്കറിയാം ഈ കണ്ണുകൾ കൊണ്ട് ഈ പഴയ ലോകത്തിൽ എന്തെല്ലാം കാണുന്നുവോ എല്ലാം സമാപ്തമാകും. ഗീതം, രാത്രി മുഴുവൻ ഉറങ്ങി തീർത്തു, പകല് മുഴുവൻ കഴിച്ചു തീർത്തു. തൂനെ രാത് ഗവായി സോക്കെ दिन गवाई काकी. ओम शांति. बाप बैठ बच्चों को समझाते हैं ഹുബഹു ജैसे 5000 വർഷം പहले समझाया था. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. ബാബ പറയാണ്, കഴിഞ്ഞ 5000 വർഷം മുമ്പ് എന്താണോ ബാബ മനസ്സിലാക്കി തന്നത് അത് തന്നെയാണ് ബാബ കുട്ടികൾക്ക് ഇപ്പോഴും മനസ്സിലാക്കി തരുന്നത്. വൈസേ ഫിർ ഭി സമझा रहे, അതേപോലെ വീണ്ടും മനസ്സിലാക്കി തരികയാണ്. യേ പുരാനി ദുനിയാ കാ വിനാശ്
नई दुनिया सतयुग की स्थापना कैसे होती है? अभी है पुरानी दुनिया और नई दुनिया का संगम युग. ബാബ പറയാണ്, പഴയ ലോകത്തിന്റെ വിനാശവും പുതിയ ലോകമാകുന്ന സത്യയുഗത്തിന്റെ സ്ഥാപനയും എങ്ങനെയാണ് ഉണ്ടാകുന്നത് അല്ലെ? ബാബ വന്ന് വീണ്ടും കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. അഭി പുരാണി ദുനിയ ഓർ നയി ദുനിയ കാ സംഗം. ഇപ്പോൾ പഴയ ലോകത്തിന്റെയും പുതിയ ലോകത്തിന്റെയും സംഗമയുഗമാണ്. ബാബ് समझाया है नई दुनिया सतयुग से लेकर अब कलयुग के अंत तक क्या क्या हो रहा है. ബാബ നമുക്ക് മനസ്സിലാക്കി തരികയാണ്, പുതിയ ലോകം സത്യയുഗം മുതൽ കലിയുഗത്തിന്റെ അന്ത്യം വരേക്കും ഇവിടെ എന്തെല്ലാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യാ ക്യാ സാമഗ്രി ഹേ, ഇവിടെ എന്തെല്ലാം സാമഗ്രികളാണ്. ക്യാ ക്യാ ദേഖ്തേ ഹോ, ഇവിടെ എന്തെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. യജ്ഞ തപ് ദാന് പുണ്യം ആദി ക്യാ കർത്തേ ഹേ, നമ്മള് യജ്ഞങ്ങൾ, തപം, ദാനം, പുണ്യം ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ये जो कुछ देखने में आता है ये कुछ भी रहना नहीं है. ഇവിടെ നമ്മൾ എന്തെല്ലാം കാണുന്നുണ്ടോ അതൊന്നും തന്നെ ഇവിടെ അവശേഷിക്കാൻ പോകുന്നില്ല. പുരാണി ദുനിയ कोई भी चीज रहने वाली नहीं. ഈ പഴയ ലോകത്തിലെ ഒരു വസ്തുക്കളും ഇവിടെ അവശേഷിക്കുകയില്ല. जैसे पुराना मकान तोड़ते हैं उनमें जो मार्बल में के पत्थर आदि जो चीजें होती हैं वो रख देते हैं. സാധാരണ പഴയ വീട് നമ്മൾ ഉടയ്ക്കുന്ന സമയത്ത് പഴയ വീട് ഉടച്ചു കളഞ്ഞിട്ട് പുതിയത് പണിയാൻ പോവാ. പക്ഷെ അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? പഴയ വീട്ടില് എന്തെല്ലാം മാർബിളിന്റെ നല്ല കഷ്ണങ്ങളുണ്ടോ അല്ലെ, നല്ല മാർബിളൊക്കെ പഴയ വീട്ടില് ഉണ്ടെങ്കില് നമ്മൾ അത് ഉടയ്ക്കുന്ന സമയത്ത് അങ്ങനെയുള്ള നല്ല നല്ല പീസുകള് നമ്മൾ എന്ത് ചെയ്യും? അത് നല്ലതാണെങ്കിലും മാറ്റിവെക്കും, അത് കളയില്ല. പഴയ വീട്ടിലേതാണെങ്കിലും നമ്മളത് കളയില്ല. ബാക്കി തോട് ഫോട് ദേത്തേക്ക്, ബാക്കി പഴയ വീട് മുഴുവൻ ഉടച്ചു കളയുന്നു. തും ബच्चे जानते हो पुराना सब खत्म होना है. ഇവിടെ കുട്ടികൾക്ക് അറിയാം പഴയതെല്ലാം തന്നെ സമാപ്തമാകാൻ പോവാണ്. ബാക്കി ജോ സയൻസ് കാ ഹുനർ ഹെ കായം രഹേഗ. പക്ഷെ സയൻസിന്റെ എന്തെല്ലാം അല്ലെ ആ കലകളുണ്ടോ അതെല്ലാം തന്നെ അല്ലെ ബാബ പറയാണ് അതൊക്കെ എന്നും ഉണ്ടായിരിക്കും. അപ്പൊ സയൻസിന്റെ കലകൾ എന്തെല്ലാം ഉണ്ടോ, സയൻസ് എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ടോ അതെല്ലാം നമുക്ക് സത്യയുഗത്തിലും പ്രയോജനപ്പെടുന്നു. തും സബ് ജാൻതേ ഹോ കി യേ സൃഷ്ടി ചക്ര കൈസേ ഫിർതാ ഹൈ. ഇവിടെ നമ്മൾ കുട്ടികൾക്ക് അറിയാം ഈ സൃഷ്ടി ചക്രം എങ്ങനെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. തോ സത്യയുഗ സേ കലിയുഗ അന്ത് തക് ക്യാ ക്യാ ഹോതാ ഹൈ. സത്യയുഗം മുതൽ കലിയുഗത്തിന്റെ അന്ത്യം വരേക്കും ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സയൻസ് ബി ഏക് വിദ്യ ഹേ. ഈ സയൻസ് എന്ന് പറയുന്നത് ഒരു വിദ്യയാണ്. तो उनसे एरोप्लेन बिजली आदि सब कुछ बने. ബാബ പറയാണ് ശരിക്കും ഈ സയൻസിന്റെ വിദ്യയിലൂടെയാണ് എയറോപ്ലെയിൻ, വൈദ്യുതി ഇതെല്ലാം തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. तो पहले ये नहीं था अब बना है. ബാബ പറയാണ് എയറോപ്ലെയിനും വൈദ്യുതിയും ഇതൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ഇത് നിർമ്മിക്കപ്പെട്ടതാണ്. तो अब बना है दुनिया तो चलती रहती है. ഈ ലോകം മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാരതയെ അവിനാശി കണ്ട് പ്രളയത്തോ ഹോത്തി നഹി. ബാബ പറയാണ് ഭാരതം അനശ്വരമായ ഖണ്ഡമാണ്, പ്രളയം എന്നുള്ളത് ഇവിടെ സംഭവിക്കുന്നില്ല. ये സയൻസ് जिससे अभी इतना सुख मिलता है ये हुनर भी वहां रहता है. ബാബ പറയാണ് സയൻസിലൂടെ നമുക്ക് അത്രയും സുഖം ലഭിക്കുന്നുണ്ട് അല്ലെ. സയൻസ് എന്ന് പറയുമ്പോൾ സയൻസിലൂടെ നമുക്ക് അത്രയും സുഖം ലഭിക്കുന്നുണ്ട്, പക്ഷേ സയൻസിൻ്റെതായിട്ടുള്ള കലകൾ അല്ലെ അത് നമുക്ക് സത്യയുഗത്തിലും ഉണ്ടായിരിക്കും. സീഖേ ഹുയേ ചീസേ ദൂസരേ ജന്മേ കാം ആതി ഹൈ. നമ്മൾ ഇവിടെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അടുത്ത ജന്മത്തിൽ നമുക്ക് പ്രയോജനപ്രദമാകും. പലപ്പോഴും നമ്മൾ കാണുന്നത് അതാണ് അല്ലെ. ഈ ജന്മത്തിലെ ഏത് കലകളിലാണോ അല്ലെങ്കിൽ ഏതിലാണോ വളരെ പ്രവീണരായിരിക്കുന്നത് അടുത്ത ജന്മത്തിൽ നാച്ചുറൽ ആയിട്ട് അവർക്ക് അത് കാണപ്പെടും. അതാണ് ബാബ പറയുന്നത്, പഠിച്ച കാര്യങ്ങള് അടുത്ത ജന്മത്തിൽ പ്രയോജനപ്രദമാകും. कुछ ना कुछ रहता है यहाँ भी earthquake जहाँ होती है वहाँ फिर जल्दी में सारा नया बना देता है. അപ്പൊ ബാബ പറയാണ് നോക്ക് അല്ലെ, കഴിഞ്ഞ ജന്മങ്ങളിൽ എന്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ ആ പഠിച്ചത് എന്തെങ്കിലുമൊക്കെ നമ്മളിൽ അവശേഷിക്കും. ബാബ പറയാണ്
ഇവിടെ ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് കണ്ടിട്ടില്ലേ, ഭൂകമ്പമൊക്കെ വരും. പക്ഷേ അവിടെ എന്തൊക്കെയാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്? വളരെ പെട്ടെന്നാണ് അതെല്ലാം വീണ്ടും ആ സ്ഥാനത്ത് മറ്റു കെട്ടിടങ്ങളും കാര്യങ്ങളും എന്തെല്ലാം അവിടെ പോയിട്ടുണ്ടോ അതെല്ലാം പിന്നീട് വരുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് പുതിയതാക്കി മാറ്റുന്നു. तो वहां नई दुनिया में विमान आदि बनाने वाले भी होंगे. സൃഷ്ടി तो चलती ही रहती है. ബാബ പറയാണ്, സത്യയുഗത്തില് വിമാനത്തിലെ സത്യയുഗത്തില് പുതിയ ലോകത്തില് വിമാനങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നിർമ്മിക്കും. അവിടെ വിമാനങ്ങളൊക്കെ നിർമ്മിക്കുന്നവരും ഉണ്ടായിരിക്കും. ആ കലകളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. സൃഷ്ടിത്തോ ചൽത്തിഹി രഹി. ബാബ പറയാണ്, ഈ സൃഷ്ടി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. तो ये बनाने वाले फिर भी आएंगे, अंधमതി സോ ഗതി ഹോഗി. ബാബ പറയാണ്, ഇത് നിർമ്മിക്കുന്നവരെല്ലാം വീണ്ടും അല്ലെ വരും. അല്ലെ, ആരൊക്കെയാണോ ഇത് നിർമ്മിക്കുന്നത് അവര് വീണ്ടും വരും. അല്ലെ, അന്ധമതി സോ ഗതി. കാരണം അന്തിമ സമയത്ത് അവര് ദേഹം വെടിയുമ്പോൾ അവരുടെ ബുദ്ധിയിൽ ഈ നിർമ്മാണ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതിന്റെ ടെക്നിക്സ് ഒക്കെ അവരുടെ അടുത്തുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അവര് വീണ്ടും ഇതിന്റെ നിർമ്മാണക്കാരായിട്ട് തന്നെ പുനർജനിക്കുകയാണ്. വെൽ ഉനോമേ യേ ജ്ഞാൻ നഹി ഹെ പരന്തു വോ ആയെങ്കി ജരൂർ. ബാബ പറയാണ്, ഒരുപക്ഷെ അവര് ഈ ജ്ഞാനം സ്വീകരിച്ചിട്ടുണ്ടാവില്ല, അവരുടെ അടുക്കൽ ഈ ജ്ഞാനം ഉണ്ടാവില്ല, പക്ഷെ അവര് വരും. അല്ലെ, ആക്കർ നൈ നൈ ചീസേം ബനായെങ്കിൽ, വന്നിട്ട് സത്യയുഗത്തിലെ പുതിയ പുതിയ വസ്തുക്കൾ നിർമ്മിക്കും. യേ ഖയാലത്ത് അഭി തുമാരി ബുദ്ധി മേ ഹെ. അല്ലെ, ഈ ചിന്തകൾ ഇപ്പോൾ നമ്മൾ കുട്ടികളുടെ ബുദ്ധിയിലാണ് ഉള്ളത്. യേ സബ് ഖതം ഹോ ജായെങ്കെ ബാക്കി ഭാരത് ഖണ്ഡ് ഹി രഹേഗ. ബാബ പറയാണ്, ഇതെല്ലാം സമാപ്തമാകും, പിന്നെ ഭാരതദേശം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. തും വാരിയേഴ്സ് ഹോ, അപ്നെ ലിയേ യോഗബൽ സേ സ്വരാജ്യ കി സ്ഥാപന കർ രഹേ ഹോ. ബാബ പറയാണ്, നിങ്ങൾ സൈന്യങ്ങളാണ്, നിങ്ങൾക്ക് വേണ്ടി യോഗബലത്തിലൂടെ സ്വരാജ്യത്തിന്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. तो वहां सब कुछ नया होगा. അല്ലെ, സത്യയുഗത്തില് എല്ലാം തന്നെ പുതിയതായിരിക്കും. തത്വബി ജോ തമോ പ്രധാൻ ഹേ വോ സദോ പ്രധാൻ ബൻ ജായേഗെ. തത്വം പോലും തമോ പ്രധാനമാണ്, അത് സദോ പ്രധാനമാകും. തുമ്പി നയി പവിത്ര ദുനിയാമേ ജാനെ കെ ലിയേ അബ് പവിത്ര ബൻ രഹേ ഹോ. നമ്മൾ കുട്ടികളും പുതിയ പവിത്രമായ ലോകത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ഇപ്പോൾ പവിത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തും ജാൻതേ ഹോ ഹം ബച്ചേ യേ സീഖ് കർ ബഹുത് ഹോഷിയാർ ഹോ ജായേംഗെ. കുട്ടികൾക്ക് അറിയാം, ബാബയുടെ അടുക്കൽ വന്ന് പഠിച്ച് നമ്മൾ വളരെ സമർത്ഥരാകും, വളരെ ബുദ്ധിശാലികളാകും. तो बहुत मीठे फूल बन जाएंगे. ബാബ പറയാണ്, ഇവിടെ പഠിച്ചിട്ട് കുട്ടികള് വളരെ മധുരമുള്ള പുഷ്പങ്ങളായി മാറും. തും കോയി കോബി യേ ബാത്ത് സുനാത്തെ ഹോ तो बहुत खुश हो जाते हो. നിങ്ങൾ ചെന്നിട്ട് ആരോടെങ്കിലും നിങ്ങൾ ഈ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവര് വളരെയധികം സന്തോഷിക്കും. അല്ലെ, കാരണം ഇത് പഠിച്ച് നിങ്ങൾ ആരാകുന്ന ബാബ പറയുന്നത്, വളരെ മധുരമുള്ള പുഷ്പങ്ങളായിട്ട് മാറും. ബഹുത് മീഠെ ഫൂൽ ബൻ ജായേംഗെ. തും കോയി കോബി യേ ബാത്ത് സുനാത്തെ ഹോ तो बहुत खुश होते हैं. ആരോടെങ്കിലും നിങ്ങൾ ഈ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവര് സന്തോഷിക്കും. जो जितना अच्छी रीति समझाते हैं उन पर बहुत खुश होते हैं. ആരാണോ നല്ല രീതിയിൽ പഠിക്കുന്നത്, നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുന്നത്, അല്ലെ, ഇപ്പൊ ക്ലാസ് നന്നായിട്ട് എടുത്തു കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ സന്തോഷിക്കും, വളരെയധികം സന്തോഷിക്കും. कहते हैं ये समझाते तो बहुत अच्छा है, परंतु जब ओपिनियन लिखने के लिए कहते हैं तो विचार करें. അല്ലെ, അപ്പൊ പ്രദർശനയിലൊക്കെ വരുമ്പോ നല്ല പോലെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അവര് നന്നായിട്ട് മനസ്സിലാക്കും. പക്ഷേ അവരുടെ അഭിപ്രായം എഴുതാൻ പറയുമ്പോ അവര് ചിന്തിക്കും, ഇത്രയുമേ ഹം കേസെ ലിഖതേ, ഇത്ര കേട്ടപ്പോഴേക്കും ഞങ്ങൾ എങ്ങനെയാ എഴുതുന്നത് എന്ന് ചിന്തിക്കും. ഏക് ബാർ സുനനെ സേ ബാപ് സേ യോഗ കേസെ രഖേ. ഒറ്റ പ്രാവശ്യം കേട്ടത് കൊണ്ട് എങ്ങനെയാണ് പരമാത്മാവിന്റെ അടുക്കൽ യോഗം വെക്കാൻ കഴിയുന്നത്? യേ സീഖ് നഹി സക്തേ. അല്ലെ, അത് പഠിക്കാൻ കഴിയുന്നില്ല. അച്ഛാ അച്ഛാ തോ ലഗ്താ ഹേ തും യേ ജരൂർ സംജാത്തെ ഹോഗെ. കേൾക്കുന്ന സമയത്ത് അവർക്ക് നല്ലതായിട്ട് തോന്നും, പക്ഷെ കേട്ട് കഴിഞ്ഞാൽ പക്ഷെ അവർക്ക് ഒന്നും ഓർമ്മയുണ്ടാവില്ല, കാരണം അവർ ആദ്യമായിട്ട് കേൾക്കാണ്. പക്ഷെ നല്ലതായിട്ട് തോന്നുന്നു. തും യേ ജരൂർ സംജാത്തെ ഹോഗെ कि अब पुरानी दुनिया का विनाश होना है. അല്ലെ, ബാബ പറയാണ്, तुम ये जरूर समझाते होंगे अब पुरानी दुनिया का विनाश होना है.
അല്ലെ? ബാബ പറയാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. ഇപ്പോൾ പഴയ ലോകത്തിന്റെ വിനാശം സംഭവിക്കുകയാണ്. പാപോംക ബോജ് സിർ പർ ബഹുത് ഹെ. പാപത്തിന്റെ ഭാരം ശിരസിൽ ഒരുപാടുണ്ട്. യേ പതിത ദുനിയ പാപ ബഹുത് കിയേ ഹുയേ. ഈ പതീതമായിട്ടുള്ള ലോകത്തില് മനുഷ്യര് പാപം ഒരുപാട് ചെയ്തിട്ടുണ്ട്. രാവൺ രാജ്യം ഏസ പതീത് ഹെ. ഈ രാവണ രാജ്യത്തിലാണെങ്കിൽ എല്ലാവരും തന്നെ പതീതരാണ്. പതീത പാവൻ ബാപ്പു ബുലാത്തെ ഹെ. പതീത പാവനനായ അച്ഛനെ വിളിക്കുന്നു. യേ ജ്ഞാൻ അഭി തുംകോ ഹി. ഈ ജ്ഞാനം ഇപ്പോൾ നമ്മൾ കുട്ടികൾക്കുണ്ട്. സത്യുഗമേ യേ കൊയ് നഹി ജാനത്തെ ഇൻകെ ബാദ് ത്രേത ആയേഗ. അല്ലെ? സത്യയുഗത്തില് ഇത് ആർക്കും അറിയില്ല. സത്യയുഗത്തിന് ശേഷം ഇവിടെ ത്രേതായുഗം വരും. വഹാന്തോ പ്രലബ്ധ ബോധേഹി. സത്യയുഗത്തിൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന പുരുഷാർത്ഥത്തിന്റെ പ്രാപ്തികളാണ് അനുഭവം ചെയ്യുന്നത്. अब तुम बच्चे कितने बुद्धिवान बनते हो, जानते हो हमको रूहानी बाप पढ़ाते हैं. അല്ലെ? ബാബ നൽകുന്ന ഈ ജ്ഞാനം, അല്ലെ, ഇത് ദിവസവും പഠിച്ച് നമ്മൾ കുട്ടികൾ എത്ര ബുദ്ധിമാനായിട്ട് മാറുന്നു. അല്ലെ? കുട്ടികൾക്ക് അറിയാം ആത്മീയ അച്ഛൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ബാബ ഹെ വേൾഡ് കി ഓൾമൈറ്റി അതോറിറ്റി. ബാബ ഈ ലോകത്തിന്റെ ഓൾമൈറ്റി അതോറിറ്റിയാണ്. ഓ ശാസ്ത്രം കി അതോറിറ്റി. ലോകത്തിലുള്ളവര് ശാസ്ത്രങ്ങളുടെ അതോറിറ്റിയാണ്. ഉൻ ശാസ്ത്ര പഠിനെ വാലോം കോ ഓൾമൈറ്റി നഹി കഹാ ജാത. ബാബ പറയുന്ന ശാസ്ത്രങ്ങൾ പഠിക്കുന്നവരെ ഒരിക്കലും ഓൾമൈറ്റി അതോറിറ്റി എന്ന് വിളിക്കാൻ പറ്റില്ല. സർവശക്തിവാനെന്നോ അല്ലെങ്കിൽ ജ്ഞാനസാഗരൻ എന്നോ ഒന്നും വിളിക്കാൻ കഴിയില്ല. ഈ സബ് ഭക്തി മാർഗത്തെ ശാസ്ത്രങ്ങൾ. ഇതെല്ലാം തന്നെ ഭക്തി മാർഗത്തിന്റെ ശാസ്ത്രങ്ങളാണ്. ബാക്കി ഏ ജോ ബാബ തുംകോ പഠാ രഹേ ഹേ യേ ഹേ നയി ദുനിയാ കെ ലിയേ നയി ബാത്. ഇവിടെ ബാബ നമ്മൾ കുട്ടികളെ എന്തെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതെല്ലാം എന്താണ്? ബാബ പറയാണ് പുതിയ ലോകത്തിലേക്ക് വേണ്ടിയുള്ള പുതിയ കാര്യങ്ങളാണ് ബാബ നമ്മളെ പഠിപ്പിക്കുന്നത്. തും ബച്ചോ കോ ബഹുത് ഖുഷി ഹോനി ചാഹിയേ. ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരിക്കണം. ബുദ്ധിമേ സാരാ ദിൻ യേ ജ്ഞാൻ ടപക്താ രഹി. അല്ലെ? ബുദ്ധിയില് ദിവസം മുഴുവൻ അല്ലെ ജ്ഞാനത്തിന്റെ മഥനം നടന്നുകൊണ്ടിരിക്കണം. അല്ലെ? ജ്ഞാനം ബുദ്ധിയിൽ ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ ഇറ്റിറ്റ് തുള്ളി വീഴുന്ന പോലെ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് അല്ലെ ബാബ നൽകിയ രാവിലെ ബാബ കേൾപ്പിച്ച ജ്ഞാനം നമ്മുടെ ബുദ്ധിയിൽ ഇങ്ങനെ മഥനം നടക്കണം. സ്റ്റുഡന്റ് ജോ പഠാത്തെ ഹി ഉസ്കോ ഫിർ റിവൈസ് ബി കർത്തെ ഹി. സാധാരണ വിദ്യാർത്ഥികൾ ദിവസവും സ്കൂളിൽ പോയി പഠിക്കുന്നുണ്ട്. എന്നിട്ട് എന്താ ചെയ്യാ? പഠിക്കുന്ന കുട്ടികള് അത് ആവർത്തിച്ച് വീണ്ടും വീട്ടിൽ ചെന്ന് പഠിക്കുന്നു. ജിസ്കോ ഹി വിചാരസാഗർ മന്ദൻ കഹ ജാതാ ഹി. വീട്ടിൽ ചെന്ന് അതിനെ ആവർത്തിച്ച് പഠിക്കുന്നതിനെ അല്ലെ, അപ്പോ നമ്മൾ പഠിച്ചത് വീണ്ടും അതിനെ ആവർത്തിക്കുന്നതിനെയാണ് വിചാരസാഗര മഥനം എന്ന് വിളിക്കുന്നത്. तो तुम ये समझते हो बाबा हमको बेहद की पढ़ाई अथवा सृष्टि के आदि मध्य अंत का सार രാജ് വൈറ്റ് സംജാത്തെ ഹി. അല്ലെ? ഇവിടെ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട് ബാബ നമ്മെ പരിധികളില്ലാത്ത പഠിപ്പ്, സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ജിസ്കോ തുമാരെ സിവായെ കൊയ് സമജ്നേക്ക് സക്തി. ബാബ പറയാണ് ഈ പഠിപ്പ് നമ്മൾ കുട്ടികൾക്കല്ലാതെ മറ്റാർക്കും തന്നെ മനസ്സിലാക്കുവാൻ കഴിയില്ല. ഇസ്ലേ തുംകോ ബഹുത് ഖുഷി ഹോനി ചാഹിയേ. അല്ലെ? നമ്മളാണ് ഈ ജ്ഞാനം മനസ്സിലാക്കുന്നത്, നമ്മളാണ് ദിവസം പഠിക്കുന്നത്. നമ്മുടെ ഉള്ളില് അത്രയും സന്തോഷം ഉണ്ടായിരിക്കും. തും ബഹുത് ബഡേ ആദ്മി ഹോ. ബാബ പറയാണ് നിങ്ങൾ വളരെ വലിയ വ്യക്തിത്വങ്ങളാണ്. തുംകോ പഠാനെ വാല ഊഞ്ചത്തെ ഊഞ്ച് ബാപ് ഹേ. നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഉയർന്നതിലും ഉയർന്ന അച്ഛനാണ്. തോ തുംകോ സദൈവ ഖുഷി കാ പാരാ ചढ़ रहना चाहिए. ഇവിടെ കുട്ടികൾക്ക് സദാ സന്തോഷത്തിന്റെ ലഹരി ഉണ്ടായിരിക്കണം. സദൈവ ബുദ്ധിമേ യേ ബാത്തെ റിവൈസ് കരോ. സദാ ബുദ്ധിയില് ഈ കാര്യങ്ങൾ കുട്ടികൾ റിവൈസ് ചെയ്യണം, ആവർത്തിക്കണം. പേലെ പേലെ ഹം പാവൻതേ. അല്ലെ? നമ്മൾ ചിന്തിക്കണം ആദ്യം നമ്മൾ ഈ സൃഷ്ടിയിലേക്ക് വന്നപ്പോൾ അല്ലെ പാവനമായിരുന്നു. ഫിർ 84 ജന്മലെ പതീത് ബൻഗേ. 84 ജന്മങ്ങൾ എടുത്തപ്പോൾ നമ്മൾ പതീതരായി മാറി. अब ड्रामा प्लान അനുസാർ ബാബ പാവൻ ബനാ രഹേ. ഡ്രാമ പ്ലാൻ അനുസരിച്ച് ബാബ നമ്മളെ ഈ സമയത്ത് പാവനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സാധു സന്ത് സബ് കഹത്തെ ഹൈ ഹം രചിത ബാപ് और रचना के आदि मध्य अंत को नहीं जानते. ബാബ പറയാണ് സാധു സന്യാസികൾ എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾ രചയിതാവായ അച്ഛനെയും
രചനയുടെ ആദ്യ മധ്യ അന്ത്യത്തെയും അറിയുന്നില്ല. തും ജാനത്തെ ഹോ ക്രൈസ്റ്റ് ഫിർ അപ്നെ സമയ പർ ആയേഗ. ബാബ പറയാണ്, ഇവിടെ നിങ്ങൾ കുട്ടികൾക്കറിയാം, ക്രിസ്തു ആണെങ്കിൽ തന്റെ സമയത്ത് വരുന്നു. ക്രിസ്ത്യൻ കാ ജെസെ സാരെ പൃഥ്വി പർ രാജത. ബാബ പറയാണ്, ക്രിസ്ത്യാനികൾക്ക് അല്ലെ തന്റെ മുഴുവൻ ഭൂമിയിലും രാജ്യമുണ്ടായിരുന്നു. അപ്പൊ तो क्रिश्चियन का जैसे सारी पृथ्वी पर राज था, अब सब अलग अलग हो गई, आपस में लड़ झगड़ गए. അപ്പൊ ബാബ പറയാണ്, അല്ലെ ക്രിസ്ത്യൻസിന് മുഴുവൻ ഭൂമിയിലെ രാജ്യം ഉണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം എന്താണ്, പല പല ഡിവിഷനുകളായിട്ട് മാറി, അല്ലെ പരസ്പരം തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഏക് രാജ്യ ഏക് ഭാഷ ഹോ. ഇപ്പോ എന്ത് വേണമെന്നാണ് ബാബ പറയുന്നത്, അല്ലെ ബാബ വന്നിരിക്കുന്നത് ഒരു രാജ്യം, ഒരു ഭാഷ, ഒരു മതം, അല്ലെ എല്ലാം ഒന്നായിട്ട് സ്ഥാപിക്കാൻ. മതഭേദനാഹോ, കാരണം അഭിപ്രായ ഭിന്നതകള്, മതങ്ങളുടെ ഭിന്നതകള് ഇവിടെ പാടില്ല. കേസെ ഹോ സക്താ ഹെ, അല്ലെ അങ്ങനെ മതഭേദങ്ങൾ ഇല്ലാത്ത ഒരു രാജ്യം എങ്ങനെ നിർമ്മിക്കാൻ കഴിയും? അബ് തോ ആപസ് മേ ലഡ് ജഗഡ് കർ ഓർഹി പക്ക ഹോ ഗയാ. ബാബ പറയാണ്, പരസ്പരം തമ്മിലടിച്ച്, അല്ലെ മതങ്ങളാണെങ്കിലും എല്ലാം പരസ്പരം തമ്മിലടിച്ച് എന്താണ്, അത് ഉറച്ചു പോയിരിക്കുകയാണ് തമ്മിലടിക്കുന്നത്. അഭി ഏതോ നഹി ഹോ സക്ത സബിക്ക് ഏക് ദേവതായി മത് ഹോ ജായി. ബാബ പറയാണ്, ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല. അതായത് എല്ലാവരും ഒരേ ഒരു ദേവി ദേവതാ ധർമ്മത്തിൽപ്പെട്ടവരായി തീരുക. ബൽ കഹത്തെ ഹെ രാമരാജ്യ ചാഹി പരന്തു സമസ്തേ കുച്ച് നഹി. രാമരാജ്യം വേണം, രാമരാജ്യം വേണം എന്ന് പറയുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ ആരും മനസ്സിലാക്കത്തില്ല. തുംകോ പേലെ കുച്ച് ഭി പത്താ നഹി താ. നിങ്ങൾ കുട്ടികൾക്ക് ആദ്യം ഒന്നും തന്നെ അറിയില്ലായിരുന്നു. അഭി തും ബ്രാഹ്മൺ ബനെ ഹോ, തും ജാനത്തെ ഹോ कि हमारा युग ही अलग. അല്ലെ നമുക്ക് ആദ്യം ഒന്നും അറിയില്ലായിരുന്നു. ബാബ പറയാണ്, ഇപ്പോൾ നമ്മൾ കുട്ടികൾ ബ്രാഹ്മണനായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം ഇത് നമ്മുടെ യുഗമാണ്, നമ്മുടെ യുഗം തികച്ചും വ്യത്യസ്തമാണ്. സംഗം യുഗ पर ब्रह्मा मुखवंशावली ब्राह्मण धर्म की स्थापना होती है. ഈ സംഗമ യുഗത്തിലാണ് ബ്രഹ്മ മുഖവംശാവലി ബ്രാഹ്മണരുടെ സ്ഥാപനം നടക്കുന്നത്. തും ബ്രാഹ്മൺ ഹോ രാജ ഋഷി ഹോ. നമ്മൾ ബ്രാഹ്മണരാണ്, രാജഋഷികളാണ്. തും പവിത്ര ഭി ഹോ. നമ്മൾ കുട്ടികള് പവിത്രമാണ്. ശിവബാബാസ് രാജ്യം പ്രാപ്ത കർത്തേ ഹോ. നമ്മൾ ശിവബാബയുടെ അടുക്കൽ നിന്ന് രാജ്യം പ്രാപ്തമാക്കുന്നവരാണ്. तो ये योग रखते हैं ब्रह्मा से, एक बाप से नहीं रखते हैं. ബാബ പറയാണ്, അവര് യോഗം വെക്കുന്നത് ബ്രഹ്മത്തിന്റെ കൂടെയാണ്. അല്ലെ ബാബ പറയാണ്, ഇന്ന് സന്യാസികളൊക്കെ യോഗം വെക്കുന്നത് ബ്രഹ്മത്തിന്റെ കൂടെയാണ്. അതായത് നമ്മൾ കുട്ടികളെ രാജഋഷികളാണ്, പവിത്രമാണ്, അല്ലെ ശിവബാബയിൽ നിന്ന് നമ്മൾ രാജധാനിയും രാജ്യഭാഗ്യവും പ്രാപ്തമാക്കാണ്. പക്ഷെ സന്യാസികൾ തന്റെ യോഗം വെക്കുന്നത് ബ്രഹ്മത്തിന്റെ കൂടെയാണ്. ഒരേ ഒരു ബാബയുടെ കൂടെയല്ല വെക്കുന്നത്, പരമാത്മാവിന്റെ കൂടെയല്ല. കൊയ്യ് കിസ്സെ രക്തെ കൊയ്യ് കിസ്സെ, അല്ലെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടദേവതകളുടെ അടുക്കലാണ് തന്റെ ബുദ്ധിയോഗം വെക്കുന്നത്. കൊയ് കിസ്കോ പൂജാരി കൊയ് കിസ്ക, അല്ലെ ചിലരുടെ പൂജാരി, ചില ദേവതകളുടെ പൂജാരി, ചിലര് രാമന്റെ പൂജാരി, ചിലര് ശിവന്റെ പൂജാരി, ചിലര് കൃഷ്ണന്റെ പൂജാരി. ഏ കിസ്കോ പത്താ നഹി ഹെ കി ഉഞ്ചത്തെ ഉഞ്ച് കോൺ ഹെ. പക്ഷെ ആർക്കും അറിയില്ല ഉയർന്നത് ആരാണ്. इसलिए बाप ने कहा ये सब है ആശ്രയ സമ്പ്രദായം. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ഇതെല്ലാം തന്നെ ആശ്രയ സമ്പ്രദായമാണ്. തുച്ഛബുദ്ധി രാവണക്കെ മുരി, അല്ലെ തുച്ഛബുദ്ധികളാണ്, അല്ലെ രാവണന് അടിമകളായിരിക്കുന്നവരാണ്. തും അഭി ശിവബാബാക്കെ ബനെ ഹോ. നമ്മൾ കുട്ടികൾ ഇപ്പോൾ ശിവബാബയുടേതായിട്ട് മാറിയിരിക്കുകയാണ്. തുമക്കോ ബാപ്സെ വർഷ മിൽത്താ ഹെ നയി ദുനിയ സത്യയുഗ. ബാബ പറയാണ്, നമ്മൾ കുട്ടികൾക്ക് ബാബയിൽ നിന്നും സ്വത്ത് ലഭിക്കുകയാണ്. പുതിയ ലോകത്തിന്റെ സത്യയുഗത്തിന്റെ സ്വത്ത് നമുക്ക് ലഭിക്കുകയാണ്. അല്ലെ നമ്മളിപ്പോൾ ശിവബാബയുടെ കുട്ടികളായിട്ട് മാറിയിരിക്കുകയാണ്. ബാക്കി ലോകത്തിലുള്ളവരെല്ലാം രാവണൻ അടിമയാണ്, ആശ്രയ സമ്പ്രദായത്തിൽപ്പെട്ടവരാണ്. तो तुम अभी शिव बाबा के बने हो, तो तुमको बाप से वर्षा मिलता है नई दुनिया सत्ययुग का. बाप कहते हैं हे आत्माएं, तुमको अब तमो प्रधान से सदो प्रधान जरूर बनना है. ബാബ പറയാണ്, ഹേ ആത്മാക്കളെ, നിങ്ങൾക്ക് ഇപ്പോൾ തമോ പ്രധാനത്തിൽ നിന്നും തീർച്ചയായിട്ടും സദോ പ്രധാനമാകണം. അതിനുവേണ്ടി
ഇസ്ലിയെ സിർഫ് മുझे याद. അതിനുവേണ്ടി എന്ത് ചെയ്യണം? സദോ പ്രധാനമാകാൻ ഒരേ ഒരു ബാബയെ ഓർമ്മിക്കണം. കിതനി സഹജ ബാത് ഹെ. ബാബ എത്ര സഹജമായ കാര്യമാണ് കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഗീതമേ കൃഷ്ണ കാ നാം ഡാൽ ദിയാ ഹെ. ഗീതയില് കൃഷ്ണന്റെ പേര് എഴുതി വെച്ചിരിക്കുകയാണ് അല്ലെ. ഗീതയില് കൃഷ്ണന്റെ പേര് നൽകിയിരിക്കുകയാണ്. ഫിർ ഉൽക്കോ ദ്വാപര യുഗമേ ലേഖയി. പിന്നെ എന്താണ് അല്ലെ, ദ്വാപര യുഗത്തിലാണ് കൃഷ്ണൻ വന്നത് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണനെ ദ്വാപര യുഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അല്ലെ, ഗീത പറഞ്ഞത് കൃഷ്ണനുമാണ്. ഭൂൽ ദോസ് ബാരികി ഹെ. ചെയ്തിരിക്കുന്ന തെറ്റ് വളരെ ബാരിച്ചതാണ്. പരന്തു യേ ബാത്തെ ഉൻകി ബുദ്ധി മേ ബൈഠേഗി ജോ സ്ഥായി യഹ ആത്തെ രഹേംഗെ. അപ്പൊ ബാബ പറയാണ് ഇത് ഭാരിച്ച തെറ്റാണ്. പക്ഷെ ഈ കാര്യങ്ങൾ ബാബ പറയുന്നതെല്ലാം ബുദ്ധിയിൽ ഇരിക്കണമെങ്കിൽ, അത് മനസ്സിലാക്കണമെങ്കിൽ അല്ലെ, സ്ഥിരമായിട്ട് ബാബയുടെ അടുക്കൽ വരുന്ന കുട്ടികൾക്ക് മാത്രമേ ഇത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഉസ്മേ ബി ജാസ്തി ഹിന്ദു ധർമ്മവാലെ ആത്തെ. അല്ലെ, ബാബയുടെ അടുക്കിലേക്ക് വരുന്ന കുട്ടികളെല്ലാം കൂടുതലും ഹിന്ദു ധർമ്മത്തിൽപ്പെട്ടവരാണ്. മേളെ മേ തോ ഢേർ ഉൻമേ സേ ബി ദേഖോ സാപ്ലിംഗ് കേസെ ലഗേ. ബാബ പറയാണ് ഒരു മേളയൊക്കെ നടത്തുകയാണെങ്കിലുണ്ടല്ലോ, അനേകം പേരാണ് ആ മേളയിൽ പങ്കെടുക്കാൻ വരുന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത്. ആ സമയത്തും നമ്മുടെ അല്ലെ സനാതന ധർമ്മത്തിന്റെ അഥവാ പുതിയ ലോകത്തിന്റെ പുതിയ ചെടിയുടെ സാപ്ലിംഗ് എന്നുള്ളത്, നടൽ കർമ്മം എന്നുള്ളത് നടക്കും. അത് എങ്ങനെ നടക്കും? അനേക ധർമ്മവാലെ ആത്തേഹി ഉസ്മേസെ ജാസ്തി ഹിന്ദു ധർമ്മവാലെ ആത്തേഹി. അനേക ധർമ്മത്തിൽപ്പെട്ടവരാണ് അല്ലെ കുംഭമേളകളിലും ഒക്കെ വരുന്നത്. പക്ഷെ ബാബ പറയാണ് അതില് ഏറ്റവും കൂടുതൽ വരുന്നത് ആരായിരിക്കും? ഹിന്ദു ധർമ്മത്തിൽപ്പെട്ടവരായിരിക്കും. ജോ ദേവി ദേവതാവൊക്കെ പൂജാരി ഹോക്കെ അപ്പഹി പൂജ അപ്പഹി പൂജാരി. ആരാണോ ദേവി ദേവതകളുടെ പൂജാരികളായിരിക്കുന്നത് അവരാണ് കൂടുതലും മേളകളിലൊക്കെ വരുന്നത്. അല്ലെ, ബാബ പറയാണ് നമ്മൾ തന്നെയാണ് പൂജനീയരായിരുന്നത്, നമ്മൾ തന്നെയാണ് പൂജാരികളായിട്ട് മാറിയത്. ഇസ്കാ അർത്ഥ സംജാന പഠിക്കാൻ. ബാബയ്ക്ക് ഇതിന്റെ അർത്ഥം കുട്ടികൾക്ക് മനസ്സിലാക്കി തരേണ്ടതായിട്ട് വരുന്നു. മേള പ്രദർശനമേ ഇതിനെ അധിക സംജാനെ ശക്തി. മേളയിലും പ്രദർശനികളിലും ഇത്ര അധികം മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ല. കൊയ് തോ 4-5 മാസ് ആത്തെ ഹെ സമസ്തേ ഹെ, കൊയ് തോടാ അച്ചി രീതി സമസ്തേ ഹെ. ചിലരാണെങ്കിൽ 4-5 മാസമൊക്കെ വരുന്നുള്ളൂ. പക്ഷെ അവര് മനസ്സിലാക്കുന്നത് അല്ലെ എന്താണ്? തൊട അച്ചി രീതി സമസ്തേ ഹെ. തും കിത്തനെ ജാസ്തി പ്രദർശനി മേളെ ആദി കരേങ്കി ഉത്തനെ ബഹുത്തായെങ്കിൽ. അപ്പോ 4-5 മാസമൊക്കെ വന്ന അവര് കുറച്ച് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകും. ബാബ പറയാണ് പ്രദർശനിയിലും മേളയിലും ഒക്കെ വരുമ്പോ അല്ലെ ധാരാളം പേര് വന്നിട്ട് കേൾക്കാറുണ്ട്. സംജനമേ ജ്ഞാൻ ബഡ അച്ചായി സംജയെങ്കിൽ അല്ലെ. അപ്പോ പ്രദർശനിയിലും മേളയിലൊക്കെ അവര് ഒരിക്കൽ വന്ന് കേൾക്കുമ്പോ അവര് മനസ്സിലാക്കും ഈ ജ്ഞാനം വളരെ നല്ലതാണ് എന്നായിരിക്കും അവര് മനസ്സിലാക്കുന്നത്. ഈ ജ്ഞാനം വളരെ നല്ല ജ്ഞാനമാണ്, നല്ല കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് എന്നവര് മനസ്സിലാക്കും. പക്ഷെ അവരവരുടെ ലൈഫില് അതൊന്നും അവര് ഫോളോ ചെയ്യുന്നില്ല. ജീവിതത്തിൽ ഫോളോ ചെയ്യാൻ മാത്രം അവരൊന്നും മനസ്സിലാക്കിയിട്ടില്ല. സെന്റർ पर इतने चित्र नहीं होते, प्रदर्शनी में बहुत चित्र होते. ബാബ പറയാണ് സെന്ററിൽ നമ്മൾ അത്രയധികം ചിത്രങ്ങളൊന്നും വെക്കില്ല, പക്ഷെ പ്രദർശനിയില് ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടായിരിക്കും. തും സമസ്തേ ഹോ समझाते हो अच्छा भी उन्हों को लगता है, परंतु बाहर जाने से माया का वायुमंडल है, अपने धंधे दूरी में लग जाते हैं. ബാബ പറയാണ് അല്ലെ, നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുമ്പോ അവര് പറയും ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്, ഇത് വളരെ നല്ലതാണ് എന്നവര് പറയും. പക്ഷേ പുറത്തു പോകുമ്പോൾ എന്താണ്? കേൾക്കുന്ന സമയത്ത് അവർക്ക് അത് നല്ലതായിട്ട് അനുഭവപ്പെടുന്നു. പക്ഷെ പുറത്തു പോകുമ്പോൾ മായയുടെ വായുമണ്ഡലമാണ് അല്ലെ. അവര് അവരുടേതായിട്ടുള്ള ബിസിനസ് ജോലി കാര്യങ്ങളിൽ മുഴുകും. അഭി ഈ പുരാണി ദുനിയ കദംബോ നയ ദുനിയ ബനേ. ബാബ പറയാണ് ഈ പഴയ ലോകം സമാപ്തമാകാണ്, പുതിയ ലോകം ഇവിടെ നിർമ്മിക്കപ്പെടുകയാണ്. ബാബ ഹമാരെ ലിയെ സ്വർഗ കി ബാദശാഹി സ്ഥാപൻ കർ രഹേ. ബാബ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നയേ ദുനിയാമേ ഹം ജാക്കർ നയേ മഹൽ ബനായി. പുതിയ ലോകത്തില് നമ്മൾ പോയിട്ട് പുതിയ മഹലുകളും കൊട്ടാരങ്ങളും നിർമ്മിക്കും. എന്നഹി നീച്ചസെ മഹൽ നിക്കലായെങ്കിൽ ബാബ പറയാണ് എന്താണ്? ദ്വാരക അല്ലെ വെള്ളത്തിനടിയിലേക്ക് പോയെന്നും
അത് വീണ്ടും അതിൽ നിന്നും പൊങ്ങി വരുമെന്നും അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കേണ്ട. तो पहले पहले मुख्य ये बात निश्चय करनी है कि हमारा बाप भी है टीचर भी है. ഏറ്റവും ആദ്യം മുഖ്യമായിട്ടുള്ള കാര്യം നമുക്ക് നിശ്ചയം ഉണ്ടായിരിക്കണം. ബാബ നമ്മുടെ അച്ഛനാണ്, ബാബ നമ്മുടെ ടീച്ചറാണ്. അല്ലെ, ബാബ നമ്മുടെ അച്ഛനാണ്, ടീച്ചറാണ്. तो മനുഷ്യ സൃഷ്ടിക്ക ബീജരൂപേ അല്ലെ, ബാബ നമ്മുടെ സർവബന്ധുവാണ്, അച്ഛനാണ്, ടീച്ചറാണ്, സദ്ഗുരുവാണ്. പക്ഷെ ഒപ്പം ബാബ ആരാണ്? ഈ മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപനാണ്. तो उनमें सारा नॉलेज, ബാബയിലും മുഴുവൻ നോളേജ്. तो तब तो महिमा गाते हैं, അതുകൊണ്ടാണ് മഹിമ പാടുന്നത്. ज्ञान का सागर बीज जड़ होता है. ബാബയെ എന്താ വിളിക്കുന്നത്? ബാബ ജ്ഞാന സാഗരനാണ് അല്ലെ. അല്ലെ, ബാബയിലെ മുഴുവൻ നോളേജും ഉണ്ട്. അപ്പൊ ബാബ ഈ മനുഷ്യ സൃഷ്ടി വൃക്ഷത്തിന്റെ ചൈതന്യമായ ബീജമാണ് അല്ലെ. സാധാരണ വൃക്ഷത്തിന്റെ ബീജം എന്ന് പറയുന്നത് ജഡമാണ്, പക്ഷെ ബാബ ചൈതന്യമായ ബീജമാണ്. ഓ ബോൽനാസക്കെ, സാധാരണ വൃക്ഷത്തിന്റെ ഒരു ബീജത്തിന് സംസാരിക്കാൻ പറ്റുമോ? പക്ഷെ ബാബ മനുഷ്യ സൃഷ്ടിയുടെ ചൈതന്യ ബീജമാണ്, നമുക്ക് ഈ ജ്ഞാനം പകർന്നു തരുന്നു. ഓ ചൈതന്യേ അല്ലെ, പരമാത്മാവ് ചൈതന്യമാണ്. तो बाप ने हमको सारी नॉलेज दी है. ബാബ നമ്മൾ കുട്ടികൾക്ക് മുഴുവൻ ജ്ഞാനവും നൽകി. जो औरों को अच्छी രീതി समझाने है. നമ്മൾ മറ്റുള്ളവർക്ക് നല്ല പോലെ മനസ്സിലാക്കി കൊടുക്കണം. മേലെ പ്രദർശനി में डर आते हैं, निकलते कोटों में कोई. മേളയിലും പ്രദർശനയിലും ഒരുപാട് പേര് വരാറുണ്ട് അല്ലെ. ബാബ പറയാണ്, അതില് കോടിയിൽ ചിലരാണ് അല്ലെ നിലനിൽക്കുന്നത് അല്ലെ. കോടിയിൽ ചിലര്, കോടി ആളുകൾ കേട്ടാലും, എത്ര ആളുകൾ കേട്ടാലും വളരെ കുറച്ച് പേര് മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ അല്ലെ, ബാബയുടെ കുട്ടിയായിട്ട് മാറുന്നു. മേളേവ പ്രദർശനമേ ഡേർ ആത്തെ ഹി, നിക്കലത്തെ കോട്ടോമേ കോയി ഹി, 7-8 दिन आकर फिर गुम हो जाते. 7-8 ദിവസം വന്നിട്ട് പിന്നെ കാണാതെ പോകുന്ന കുട്ടികളുണ്ട്. तो ऐसे करते करते कोई ना कोई निकल आएगा അല്ലെ. എന്നാലും നമ്മൾ ഈ ജ്ഞാനം പകർന്നു കൊടുത്ത് ഇങ്ങനെ അല്ലെ കുട്ടികള് വന്നുകൊണ്ടിരിക്കും. അതിൽ നിന്നും ബ്രാഹ്മണർ ജന്മം എടുത്തുകൊണ്ടിരിക്കും. സമയത്തോടാഹേ വിനാശാമിനെ കടാഹേ, സമയം വളരെ കുറച്ചേ ബാക്കിയുള്ളൂ, വിനാശം തൊട്ട് മുന്നിൽ നിൽക്കുകയാണ്. तो കർമാതീത് അവസ്ഥക്കോ പാനാഹേ സരൂർ, തീർച്ചയായിട്ടും കർമാതീത അവസ്ഥയെ പ്രാപ്തമാക്കണം. പതിസെ പാവന होने के लिए याद बहुत जरूरी. പതിതരെ പാവനമാക്കുവാനായിട്ട് ഓർമ്മ എന്ന് പറയുന്നത് ഏറ്റവും ആവശ്യമാണ്. അപ്നി സംഭാൽ കർണി, നമ്മൾ കുട്ടികൾ നമ്മളെ സംരക്ഷിക്കണം. ബാബ പറയാണ്, നമ്മൾ കുട്ടികളെ നമ്മളെ സംരക്ഷിക്കണം. മുജെ സദോ പ്രധാൻ ബന്നാകെ, നമ്മൾ കുട്ടികൾ ഇപ്പോൾ ആരാകണം എന്നാ ബാബ പറയുന്നത്? സദോ പ്രധാനമാകണം. ये चिंता लगी रहे क्योंकि सिर पर जन्म जन्मांतर का बोझ है. അപ്പൊ നമുക്ക് സദോ പ്രധാനമാകണം. നമ്മുടെ ഉള്ളില് ഈ ചിന്തയുണ്ടായിരിക്കണം അല്ലെ. നമ്മുടെ ശിരസില് പാപങ്ങളുടെ ഭാരമുണ്ട്, ജന്മജന്മാന്തരങ്ങളിലെ പാപഭാരം നമ്മുടെ ശിരസിലുണ്ട്. तो രാവൺ രാജ്യ होने से सीढ़ी उतरते ही आए. രാവണ രാജ്യം ആയതുകൊണ്ട് നമ്മൾ ജന്മങ്ങളുടെ പടി, രാവണ രാജ്യത്തിലും നമ്മൾ ജന്മങ്ങളുടെ പടി ഇറങ്ങിയാണ് ഈ രാവണ രാജ്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ യോഗബൽസെ ചടനാകെ, ഇപ്പൊ രാവണ രാജ്യത്തിൽ നമ്മൾ എത്തിയില്ലേ, നമുക്ക് രാമരാജ്യത്തിലേക്ക് പോകണം. ജന്മങ്ങളുടെ പടി നമുക്ക് കയറണം. എങ്ങനെ നമ്മൾ കയറും? യോഗബലത്തിലൂടെ കയറണം. तो रात दिन यही फिक्रात रहे, मुझे सदो प्रधान बनना है. രാത്രി പകലും നമുക്ക് ചിന്ത വേണം. കാരണം നമ്മള് സമ്പന്നമായി സമ്പൂർണമായിട്ട് വേണം നമുക്ക് ദേഹം വെടിഞ്ഞു പോകാൻ. അപ്പൊ നമുക്ക് സദോ പ്രധാനമാകണം എന്നുള്ള ചിന്ത നമുക്ക് രാത്രിയും പകലും ഉണ്ടാകണം. और സൃഷ്ടി ചക്രത്തിന്റെ നോളേജ് भी बुद्धि में चाहिए. സൃഷ്ടി ചക്രത്തിന്റെ നോളേജും നമ്മൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. स्कूल में भी ये रहता है कि हम फलानी सब्जेक्ट में पास हो जाए. സാധാരണ സ്കൂളുകളിൽ പോലും നമ്മൾ ഈ സബ്ജക്റ്റുകളിൽ പാസ് ആകണം അല്ലെ. ഏത് സബ്ജക്റ്റുകളിലാണോ നമ്മൾ, ഏത് വിഷയങ്ങളിലാണോ നമ്മൾ പുറകിലായിരിക്കുന്നത്, ആ വിഷയങ്ങളിൽ നമ്മൾ പാസ് ആകണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. तो इस मुख्य सब्जेक्ट की याद, ഇവിടെ
ഏറ്റവും മുഖ്യമായിട്ട് സബ്ജക്ട് എന്ന് പറയുന്നത് എന്താണ്? ബാബയുടെ ഓർമ്മയാണ്. സൃഷ്ടിക്ക് ആദി മധ്യ അന്ത്യകാവി ജ്ഞാൻചായി. നമ്മുടെ പക്കൽ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം ഉണ്ടായിരിക്കും. തുമാരി കുട്ടിയെ സാരി സ്ഥിതിക്കാക്കിയാൽ നമ്മൾ കുട്ടികളുടെ ബുദ്ധിയില് മുഴുവൻ ജന്മങ്ങളുടെ ആ ഏണിപ്പടി അല്ലെ, എത്ര ജന്മങ്ങൾ നമ്മൾ എടുത്തു എന്നുള്ള ഏണിപ്പടിയുടെ ജ്ഞാനമുണ്ട്. അത് ഹം ബാബ കി യാദ് സേ സത്യയോഗി സൂര്യവംശി രാജധാനി ഈ സീഡി ചട്ടഹി. ഇപ്പോൾ നമ്മൾ ബാബയുടെ ഓർമ്മയിലൂടെ നമ്മൾ ഇതുവരെ ഇറങ്ങി വന്ന ജന്മങ്ങളുടെ പടികള് അല്ലെ, അത് വീണ്ടും കയറുക. സത്യയുഗത്തിലേക്ക് നമ്മൾ ഇപ്പോൾ പടികള് കയറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. अब फट से चढ़ना है। 84 जन्म लेते सीढ़ी उतरते आए, अब फट से चढ़ना है. 84 ജന്മങ്ങളുടെ ഏണിപ്പടി ഇറങ്ങിയാണ് നമ്മൾ താഴേക്ക് വന്നത്. ഇപ്പൊ നമുക്ക് വീണ്ടും കയറണം. ഗായൻ ഹേ നാ സെക്കൻഡ് में जीवन, महिमा പാടുന്നുണ്ട് സെക്കൻഡിൽ ജീവൻ. तो इस जन्म में ही बाप से जीवन मुक्ति का वर्षा लेकर 100 देवता बन जाएंगे. ഈ ജന്മത്തിൽ നിന്നും ബാബയിൽ നിന്നും ജീവൻ മുക്തിയുടെ സ്വത്ത് നേടി ദേവതകളായി മാറും. അല്ലെ, നമുക്ക് ദേവതകളായിട്ട് മാറണം. അപ്പൊ സെക്കൻഡിലാണ് ജീവൻ മുക്തി. അതേപോലെ ബാബ പറയുന്നതാണ് സെക്കൻഡിൽ നമുക്ക് പടികൾ കയറണം. അതായത് നമ്മള് സതോപ്രധാനമാകണം. तो इस जन्म में बाप से जीवन मुक्ति का वर्षा लेकर 100 देवता बन जाएंगे. അപ്പൊ ഈ ജന്മത്തില് ബാബയിൽ നിന്നും ജീവൻ മുക്തിയുടെ സ്വത്ത് നേടി നമ്മൾ ദേവതകളായി മാറും. ബാബ कहते हैं बच्चे तुम ही सूर्यवंशी थे, फिर चंद्रवंशी वैश्यवंशी बने. അല്ലെ, ബാബ പറയാണ് മക്കളെ നിങ്ങൾ സൂര്യവംശജരായിരുന്നു, പിന്നെ നിങ്ങൾ ചന്ദ്രവംശികളായി, പിന്നെ ആരായി? രവിഭായ് സൂര്യവംശിയായി, ചന്ദ്രവംശിയായി, പിന്നെ ആരായി? പിന്നെ വൈശ്യവംശിയായി, പിന്നെ ശൂദ്രവംശിയായി. അഭി തുമക്കോ ബ്രാഹ്മൺ ബനാത്ത. ഇപ്പോൾ ബാബ കുട്ടികളെ ബ്രാഹ്മണരാക്കി മാറ്റാണ്. ബ്രാഹ്മണ ഹേ ചോട്ടി. അല്ലെ, ബ്രാഹ്മണരെന്ന് പറഞ്ഞാൽ എന്താണ്? കുടുമയാണ്. ഊഞ്ചത്തെ ഊഞ്ച് പരംപിത ആക്കർ ബ്രാഹ്മൺ ദേവത ക്ഷത്രിയ തീൻ ധർമ്മക്ക് സ്ഥാപൻ കർത്തേ. ബാബ പറയാണ് ബ്രാഹ്മണര് കുടുമയാണ്. ഉയർന്നതിലും ഉയർന്ന പരമപിത പരമാത്മാവ് വന്നിട്ട് ബ്രാഹ്മണ ദേവത ക്ഷത്രിയ 3 ധർമ്മങ്ങളുടെ സ്ഥാപന ചെയ്യാൻ. തും ജാനത്തെ ഹോ അഭി ഹം ബ്രാഹ്മൺ നേഹി. അല്ലെ, ഇവിടെ നമ്മൾ കുട്ടികൾക്ക് അറിയാം നമ്മള് ബ്രാഹ്മണ വർണ്ണത്തിൽപ്പെട്ടവരാണ്. ഫിർ ദേവതാ വർണ്ണനെ ആയിക്കേ. ഇനി നമ്മള് ദേവതാ വർണ്ണത്തിലേക്ക് വരും. അല്ലെ, ഇപ്പൊ നമ്മള് ബ്രാഹ്മണ വർണ്ണത്തിലാണ്, ഇനി നമ്മള് ദേവതാ വർണ്ണത്തിലേക്ക് വരും. ബച്ചോങ്കോ രോജ് ഇത്തിരി ബുദ്ധിമേ ജ്ഞാൻ ടപക്താ രഹത്തെ. അല്ലെ, ദിവസവും കുട്ടികളുടെ ബുദ്ധിയില് എത്രമാത്രം ജ്ഞാനമാണ് ബാബു നിറച്ചു തരുന്നത്. അല്ലെ, ജിസ്കോ ധാരൻ കർണാ ഹേ. അല്ലെ, ബാബു നമുക്ക് ദിവസവും ഈ ജ്ഞാനം നിറച്ചു തരികയാണ്. അല്ലെ, നമ്മൾ ധാരണ ചെയ്യണം. നയ്യതോ ആപ് സമാൻ കെസെ ബനായെങ്കെ. ഇല്ലെങ്കില് നമ്മൾ നമുക്ക് സമാനം മറ്റുള്ളവരെ എങ്ങനെ ബ്രാഹ്മണനാക്കി മാറ്റും? तो सूर्यवंशी घराने में बहुत थोड़े आएंगे. सूर्यवंशी രാജധാനിയിൽ വളരെ കുറച്ചു പേര് മാത്രമേ വരൂ. जो अच्छी രീതി പഠായി. അല്ലെ, ആരാണോ നല്ല രീതിയിൽ പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് ആ കുട്ടികളാണ് സൂര്യവംശി രാജധാനിയിൽ വരിക. ഈ സമയം തുമാരി ഗത്മത്ത് ദുനിയാസെ ബിൽക്കുൽ ന്യാരി. ഈ സമയത്ത് നമ്മുടെ ഗതിയും മതിയും ഈ ലോകത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ജേസെ കഹത്തെ ഹേ ഈശ്വരക്ക് ഗത്മത്ത് ന്യാരിക്ക്. പറയാറുണ്ട് ഈശ്വരന്റെ ഗതിയും മതിയും വ്യത്യസ്തമാണ്. തുമാരെ സിവായി കൊയ് ബി ബാപ്സെ യോഗി ലഗാത്തെ. ബാബ പറയാണ് നമ്മൾ കുട്ടികളല്ലാതെ ഈ ഭൂമിയിൽ ആരും തന്നെ ബാബയോട് യോഗം വെക്കുന്നില്ല. അല്ലെ, നമ്മളാണ് ബാബയോട് യോഗം വെക്കുന്ന കുട്ടികൾ. പ്രദർശനിമേ ആത്തേ ഹേ ഫിർ ചലേ ജാത്തെ. പ്രദർശനികളിലേക്ക് വരുന്നു, അവര് പോകുന്നു. तो वो बन जाते हैं प्रजा. അവര് പ്രജകളായിട്ട് മാറും. ബാക്കി जो अच्छी रीति പഠായെങ്കിൽ अच्छा पद पा सकते. ആരാണോ നല്ല രീതിയിൽ പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് അവർക്ക് നല്ല പദവി നേടുവാൻ കഴിയും. फिर तुम्हारी ये मिशनरी भी जोर बढ़ती जाएगी. ബാബ പറയാണ് നമ്മളുടെ ഈ മിഷണറി ഇനിയും കൂടുതൽ അല്ലെ
കൂടുതൽ ഫോഴ്സോടുകൂടി മുന്നോട്ട് പോകും. പോകും തൊമ്മേ കശീഷ് ഹോഗി ആത്തെ രഹേ. നിറയെ കുട്ടികൾക്ക് അല്ലെ വളരെയധികം ലഹരി ഉണ്ടാകും, ആകർഷണം ഉണ്ടാകും, അവര് വന്നുകൊണ്ടിരിക്കും. നയേ ബാത്തുക്കോ ഫേൽനെ മെക്കെ സമയ് തോ ലഗ്താ ഹേ. പുതിയ കാര്യങ്ങളല്ലേ, അത് ലോകത്തിൽ പരക്കാനും സമയമെടുക്കും. ചിത്രഭി ഫട്ട് സെ ബഹുത് ബൻ ജായേംഗെ. ചിത്രങ്ങളൊക്കെ വളരെ പെട്ടെന്നാണ് നിറയെ ചിത്രങ്ങൾ ഉണ്ടാകുന്നത്. तो दिन प्रतिदिन मनुष्य भी वृद्धि को पाते जाते हैं. ദിനം പ്രതിദിനം മനുഷ്യരും അല്ലെ വൃദ്ധിയെ പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. तो तुम जानते हो ये जो बॉम्ब्स आदि भी आदि की लड़ाई लगेगी तो क्या हाल होगा. കുട്ടികൾക്കറിയാം ഈ അണവായുധങ്ങളെല്ലാം പ്രയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയുള്ള യുദ്ധങ്ങളായിരിക്കും ഇവിടെ നടക്കുന്നത്, എന്തായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ദിൻ പ്രതിദിൻ ദുഃഖ അപാർ ഹോത്താ ജായേഗാ. ബോംബുകളൊക്കെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദിനം പ്രതിദിനം അപാരമായ ദുഃഖങ്ങളിലേക്ക് വരും. तो आखिर ये दुख की दुनिया खत्म होगी. അവസാനം ഈ ദുഃഖത്തിന്റെ ലോകം സമാപ്തമാകും. ടോട്ടൽ വിനാശനേക്ക് പോകാം. എന്ത് വിനാശം വന്നാലും, എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഇവിടെ ഉണ്ടായാലും, അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങൾ വന്നാലും ബാബ പറയാണ് ടോട്ടൽ വിനാശം എന്നുള്ളത് ഒരിക്കലും സംഭവിക്കില്ല. ശാസ്ത്രമേ ഗായൻ ഹേ ഭാരത് അവിനാശി ഖണ്ഡ് ഹേ. അല്ലെ, ശാസ്ത്രങ്ങളിൽ മഹിമ പാടുന്നുണ്ട്, ഭാരതം അനശ്വരമായ ദേശമാണ്. തും ജാനത്തെ ഹോ ഹമാരെ യാദ്ഗാർ ഹൂബഹു അബുവേ. ഇവിടെ കുട്ടികൾക്ക് അറിയാം നമ്മുടെ ഓർമ്മ ചിഹ്നം അബുവിലാണ് ഉള്ളത് അല്ലെ, വളരെ കൃത്യമായിട്ട് അബുവിലുണ്ട്. ഉസ്പർ സംജാന ചാഹിയെ വഹേ ജഡ യാദ്ഗാർ. ഇത് നമ്മൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ബാബ പറയാണ്, പക്ഷെ അതെല്ലാം എന്താണെന്ന് ബാബ പറയാണ്, ജഡമായ ഓർമ്മ ചിഹ്നങ്ങളാണ് അബുവിലുള്ളത്. യഹ പ്രാക്ടിക്കൽ സ്ഥാപന ഹോരി. ഇവിടെ പ്രാക്ടിക്കലി സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യമൊക്കെ ഗ്രഹേഹവും വൈകുണ്ഠത്തേക്കും. നമ്മുടെ രാജ്യോഗം പഠിക്കുന്നത് വൈകുണ്ഠത്തിലേക്ക് പോകാമെങ്കിൽ. ദിൽവാഡ മന്ദിർ കിത്ന അച്ഛാ ബനാ ഹുവാ ഹൈ. അല്ലെ, ദിൽവാഡ ക്ഷേത്രം എത്ര മനോഹരമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. യഹാംബി ഹംബി യഹ ആക്കർ ബൈഠേ. അല്ലെ, നമ്മളും എന്താണ് ദിൽവാഡ മന്ദിർ കിത്ന അച്ഛാ ബനാ ഹുവാ ഹൈ ഹംബി യഹ ആക്കർ ബൈഠേ പഹലെ സേ ഹി ഹമാരെ യാദ്ഗാർ ബനാ ഹുവാ ഹൈ. അല്ലെ, നമ്മളും അവിടെയൊക്കെ പോകാറുണ്ട്, അവിടെ ചെന്നിരിക്കാറുണ്ട്. അല്ലെ, ബാബ പറയാണ് നമ്മളുടെ ഓർമ്മ ചിഹ്നമാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. തും സ്വർഗത്തെ രാജായി പനക്കിലെ ബൈഠേ. സ്വർഗത്തിന്റെ രാജ്യഭാഗ്യം നേടുവാനായിട്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ്. ബാബ ഹം ആപ്സെ രാജ്യലേക്ക് ചോടെങ്കിൽ. നമ്മൾ ബാബയോട് പറയും, ബാബ ഞങ്ങൾ അങ്ങയുടെ അടുക്കൽ നിന്ന് രാജ്യഭാഗ്യം നേടിയിട്ടേ കാര്യമുള്ളൂ. जो अच्छी तरह सारा दिन सिमरन करते और कराते होंगे खुशी उनको. ആരാണോ ദിവസവും മുരളി കേട്ട് മുരളിയുടെ ജ്ഞാനത്തിന്റെ മഥനം ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ബാബ പറയാണ് ഈ ജ്ഞാനത്തിന്റെ സ്മരണ എന്നുവെച്ചാൽ മഥനം, രാവിലെ മുതൽ വൈകിട്ട് വരെ ജ്ഞാന മനനം ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, അവർക്ക് അപാരമായ സന്തോഷം ഉണ്ടായിരിക്കും. സ്റ്റുഡന്റ് പൊതു സമസ്തയെ ഹം പാസ് ഹോങ്കെ വനകി. സ്റ്റുഡൻസിന് തന്നെ അറിയാൻ പറ്റും നമ്മൾ പാസ്സാകോ പാസ്സാകില്ലേ അറിയാൻ പറ്റും. ലാഖോं കരോड़ों में से സ്കോളർഷിപ്പ് ഇത്തിനെ തോടോം കോ മിൽത്തി ഹൈ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അല്ലെ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ സ്കോളർഷിപ്പ് അതിൽ എത്ര കുറച്ച് പേർക്കാ ലഭിക്കുന്നത്. മുഖ്യഹേ ആട്ട് സോനയ്ക്ക്. അല്ലെ, മുഖ്യമായിട്ടുള്ളത് എന്താണ്? അഷ്ടരത്നങ്ങളാണ്. അല്ലെ, 8 രത്നങ്ങളാണ് ഏറ്റവും പ്രധാനം. 108 ചാന്ദിക്ക്. ബാബ പറയാണ് 8 പേര് സ്വർണത്തിൻ്റെതാണ്, 108 പേര് വെള്ളിയുടേതാണ്, 16,000 പേര് ചെമ്പിൻ്റെതാണ് എന്ന് ബാബ പറയാണ്. മാലാഹി ऐसी बनती है. മാല പോലും അങ്ങനെയാണ് നിർമ്മിക്കുന്നത്. മാല भी ऐसी बनती है. तुम चाहते हो गोल्डन പ്രൈസ് ലെവൽ. അല്ലെ, നമ്മൾ ആഗ്രഹിക്കുന്നത് ഗോൾഡൻ പ്രൈസ് നേടണം എന്നാണ്. കൊയ്ക്കോ സോനേക്ക കൊയ്ക്കോ ചാന്ദിക്ക. ചിലർക്ക് സ്വർണത്തിന്റെ പ്രൈസ് ആയിരിക്കും, ചിലർക്ക് വെള്ളിയുടെ ആയിരിക്കും, ചിലർക്ക് ചെമ്പിന്റെ ആയിരിക്കും. മാലാബി ऐसे बनती है. മാലയും അങ്ങനെയാണ് നിർമ്മിക്കുന്നത്. तुम चाहते हो ചാന്ദിക്ക് ലേനസെ സൂര്യവംശിനെ ആചാരിക്കും. ബാബ പറയാണ് ആരാണോ വെള്ളിയുടേത് വെള്ളി കരസ്ഥമാക്കുന്നത് അല്ലെ, അവർക്ക് സ്വർണ്ണ മെഡലും വെള്ളി മെഡലൊക്കെ ഇല്ലേ,
അല്ലെ, വെള്ളി കരസ്ഥമാക്കുന്നവർക്ക് ചന്ദ്രവംശത്തിലേക്ക് വരാൻ പറ്റും. ബാബ കേൾക്കുകയും ചെയ്യാതെ വിനാശം. ഇവിടെ ബാബ പറയാണ്, എന്നെ ഓർമ്മിക്കൂ എങ്കിൽ വികർമ്മങ്ങൾ വിനാശനം. ഓർമ്മയിൽ ഉപായി ബാബയെ ഓർമ്മിക്കല്ലാതെ വേറെ വഴിയില്ല. യഹി പുർണ രഘു പാസ് വന്നിരുന്ന, ഇതാണ് ഒരേ ഒരു വഴി. അപ്പൊ പാസ് ആകണം എന്നുള്ള ലക്ഷ്യം വേണം, ചിന്ത വേണം. ലഡായി का थोड़ा जास्ती हंगामा होगा, फिर जोर से पुरुषार्थ करने लग पड़ेगा. അല്ലെ, യുദ്ധത്തില് നമ്മള് യുദ്ധം ഉണ്ടാകുമ്പോൾ കൂടുതൽ കുഴപ്പങ്ങളും പ്രോബ്ലംസും ഒക്കെ ഉണ്ടാകും. അല്ലെ, അപ്പൊ നമ്മളുടെ പുരുഷാർത്ഥം വളരെ ഫോഴ്സിൽ ഉണ്ടാകണം. നല്ല ഫാസ്റ്റ് ആയിട്ട് നമ്മൾ പുരുഷാർത്ഥം ചെയ്യണം. इम्तिहान के टाइम स्टूडेंट भी गैलप करने में പുരുഷാർത്ഥം ലഭിച്ചാൽ, പരീക്ഷയുടെ സമയത്ത് കുട്ടികൾ എങ്ങനെയാണ് ജമ്പ് ചെയ്ത് പഠിക്കും. ജമ്പ് ചെയ്യും എന്നുവെച്ചാല് വേഗം 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 പഠിച്ചു തീർക്കും. സ്കൂൾ ഇത് പരിധികളില്ലാത്ത വിദ്യാലയമാണ്. പ്രദർശനി पर खूब प्रैक्टिस करते, പ്രദർശനികളില് കൂടുതലും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. പ്രൊജക്ടർ से कितने प्रभावित नहीं होते, പ്രൊജക്ടറിലൂടെ ഒന്നും ആരും അത്രയും പ്രഭാവിതരാകില്ല. ഇതിനാ പ്രദർശനി ഇതേക്ക് വണ്ടർ കാത്തി. ബാബു പറഞ്ഞ പ്രദർശനിയൊക്കെ കാണുമ്പോൾ അവര് അത്ഭുതപ്പെട്ട ചിത്രങ്ങള്, വലിയ വലിയ ചിത്രങ്ങളിലൂടെ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവര് അത്ഭുതപ്പെട്ട പോലെ പ്രൊജക്ടർ ഷോയിലൂടെ അത്രയും അല്ലെ, അത്ര പെട്ടെന്ന് അത്ര അത്ഭുതം ഉണ്ടാകില്ലെന്ന് ബാബു പറയും. അച്ഛാ मीठे मीठे सिखिलते बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते, रूहानी बच्चों की रूहानी बाप को नमस्ते. धारणा के लिए मुख्य सार, पुरानी दुनिया का विनाश हो उसके पहले अपनी कर्माधीन अवस्था बनाए. പഴയ ലോകത്തിന്റെ വിനാശം ഉണ്ടാകണം, അതിനു മുമ്പായി തന്റെ കർമാതീത അവസ്ഥയെ നിർമ്മിക്കണം. യാദമേ രഹ സദോപ്രധാൻ ബന്നായി, ബാബയുടെ ഓർമ്മയിലിരുന്ന് സദോപ്രധാനമാകണം. സെക്കൻഡ് പോയിന്റ്, സദാ യഹി ഖുശി രഹേ ഹമേ പഠാനെ വാല സ്വയം ഉജ്ജത്തെ ബാബ. സദാ നമുക്ക് ഈ സന്തോഷം ഉണ്ടായിരിക്കണം, നമ്മളെ പഠിപ്പിക്കുന്നത് സ്വയം ഉയർന്നതിലും ഉയർന്ന അച്ഛനാണ്. പഠായി അച്ഛി രീതി പഠിപ്പ് നല്ല പോലെ പഠിക്കണം. ഓർ പഠാനി അല്ലെ, മറ്റുള്ളവരെ പഠിപ്പിക്കുകയും വേണം. സുനിക്കർ വിചാരസാഗർ മന്ദൻ കർമ്മ, ദിവസവും ബാബയുടെ മുരളി കേട്ടിട്ട് വിചാരസാഗര മന്ദനം ചെയ്യണം. വരദാനം, നിർവികാരി വ ഫരിഷ്തെ സ്വരൂപ की स्थिति का अनुभव करने वाले ആത്മ അഭിമാനി ഭവ. ഏത് കുട്ടികളാണോ അല്ലെ, ബാബ പറയാണ് നിർവികാരിയും അല്ലെ, നിർവികാരി അഥവാ പരിഷ്ഠ സ്വരൂപത്തിന്റെ സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്ന ആത്മ അഭിമാനി ഭവ. അപ്പൊ ഫരിഷ്ഠ എന്ന് പറഞ്ഞാൽ നിർവികാരി, നിർവികാരി എന്ന് പറഞ്ഞാൽ പരിഷ്ഠ അല്ലെ. അപ്പൊ നിർവികാരി അഥവാ പരിഷ്ഠ സ്വരൂപത്തിന്റെ സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്ന ആത്മ അഭിമാനി ഭവ. जो बच्चे आत्मा अभिमानी बनते हैं वो सहज ही निर्विकारी बन जाते हैं. ഏത് കുട്ടികളാണ് നിർവികാരികളാകുന്നത്? ആരാണോ ആത്മ അഭിമാനിയായി മാറുന്നത് ആ കുട്ടികൾ സഹജമായി നിർവികാരികളാണ്. आत्मा अभिमानी स्थिति द्वारा मनसा में भी निर्विकारीपन की स्टेज का अनुभव होता है. ആത്മ അഭിമാനി സ്ഥിതിയിലൂടെ മനസ്സിലും നിർവികാരി സ്റ്റേജിന്റെ അനുഭവം ഉണ്ടാകും. അപ്പൊ ആത്മാഭിമാനി സ്ഥിതിയിലൂടെ മനസ്സിൽ പോലും നമുക്ക് നിർവികാരി സ്ഥിതിയുടെ അനുഭവം ഉണ്ടാകും. ऐसे निर्विकारी जिन्हें किसी भी प्रकार की इम्प्यूरिटी व पांच तत्वों की आकर्षित नहीं करते. അപ്പൊ അങ്ങനെയുള്ള നിർവികാരികളെ ഒരു പ്രകാരത്തിലുള്ള അപവിത്രതകളും പഞ്ചതത്വങ്ങളുടെ ആകർഷണങ്ങളും അവരെ ആകർഷിക്കുവാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള നിർവികാരികളെ ഒരു പ്രകാരത്തിലുള്ള അപവിത്രതയ്ക്കും പഞ്ചതത്വങ്ങളുടെ ആകർഷണങ്ങൾക്കും ആകർഷിക്കുവാൻ കഴിയില്ല. വഹി ഫരിഷ്ത കഹലാത്തെ, അങ്ങനെയുള്ള കുട്ടികളാണ് മാലാഖ്. इसके लिए सागर में रहते हुए अपनी निराकारी ആത്മ അഭിമാനി സ്ഥിതി സ്ഥിതി രഹും. അപ്പൊ അതിനുവേണ്ടി ബാബ പറയാണ്, സാകാരത്തിൽ ജീവിക്കുമ്പോഴും നിരാകാരിയാണ് ഞാൻ അല്ലെ, ആ ആത്മ അഭിമാനി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യും. അപ്പൊ ഈ ശരീരത്തില് നമ്മൾ ജീവിക്കുമ്പോഴും സാകാരിയായിട്ട് നമ്മൾ ജീവിക്കുമ്പോഴും നമ്മൾ ആത്മ അഭിമാനിയായിട്ടിരിക്കണം അല്ലെ. ബാബ പറയാണ് അവിടെ ആത്മ അഭിമാനി സ്ഥിതിയിൽ
നമ്മൾ സ്ഥിതി ചെയ്യണം. നിരാകാരി സ്ഥിതിയിൽ, ആത്മാഭിമാനി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യണം. കാരണം ആത്മാഭിമാനി ആകുമ്പോൾ സഹജമായി നിർവികാരിയായിട്ട് മാറും. ആത്മാഭിമാനി സ്ഥിതിയിലൂടെ നമ്മുടെ മനസ്സിലും നിർവികാരിയുടെ സ്ഥിതി അനുഭവമാകും. അല്ലെ? നിർവികാരി എന്ന് പറഞ്ഞാൽ അവരിൽ ഒരു പ്രകാരത്തിലുള്ള അപവിത്രതയും പഞ്ചതത്വങ്ങളുടെ ആകർഷണങ്ങൾക്കോ അവരെ ആകർഷിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള കുട്ടികളാണ് മാലാഖം. അല്ലെ? അപ്പോ സാകാരിയാണെങ്കിലും എന്താണ്? നിരാകാരി സ്ഥിതി, ആത്മാഭിമാനി സ്ഥിതിയിൽ ഇരിക്കാൻ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുമ്പോഴും എന്താണ്? ഞാൻ നിരാകാരിയാണ്, ഞാൻ ആത്മാവാണ് എന്നുള്ള ബോധത്തിലിരുന്ന് കർമ്മം ചെയ്യാനായിട്ട് നമ്മൾ അഭ്യസിക്കണം. കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നു എന്ന് നമ്മൾ അഭ്യസിക്കും. स्लोगन जीवन में अतीन्द्रिय सुख का अनुभव करने के लिए विशेष अमृत वेले एकांत प्रिय. നമ്മുടെ ജീവിതത്തിൽ അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭവം ചെയ്യുന്നതിന് വേണ്ടി വിശേഷിച്ചും അമൃതവേളയില് ഏകാന്ത പ്രിയരായി മാറും. അപ്പൊ നമ്മള് അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ അനുഭവം ചെയ്യണമെങ്കിൽ വിശേഷിച്ച് നമ്മൾ എന്താ അഭ്യസിക്കേണ്ടത്? അമൃതവേളയിൽ ഏകാന്ത പ്രിയരായി മാറും. वैसे तो जिंदगी में करने को बहुत कुछ है, वैसे तो जिंदगी में करने को बहुत कुछ है। पल भर निकालिए प्रभु के भी नाम पर, पल भर निकालिए प्रभु के भी नाम पर। वैसे तो जिंदगी में करने को बहुत कुछ है। जब तलक है सीने में सिलसिला, धड़कन का जब तलक है सीने में सिलसिला, प्राणों का चल रहा है जब तक ये काफिला। रहबर बनाइए उसे जीवन की शाम तक, पल भर निकालिए प्रभु के भी नाम पर, पल भर निकालिए प्रभु के भी नाम पर। वैसे तो जिंदगी में करने को बहुत कुछ है। सिर पर सदा हमारे उसका ही हाथ हो, सिर पर सदा हमारे उसका ही हाथ हो।
सुख दुख हो रात दिन हो, हर पल ही साथ हो। ऐसा न हो कि याद करें उसको काम पे, पल भर निकाली